എല്ലാ മെഡിക്കൽ കോഴ്സ് പോലെ തന്നെ 5.5 years എടുത്തിട്ടാണ് ഈ കോഴ്സും കംപ്ലീറ്റ് ആക്കുന്നത്. ഇതിൽ 4.5 വർഷം കോളേജിലും 1 വർഷം നമുക്ക് ഇന്റേൺഷിപ്പ്. നമ്മൾ 3rd year പാസ്സായി. 4th year കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ്. നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് ഉണ്ടാവും, കൂടുതലും ക്ലിനിക്കലായിരിക്കും നമ്മൾ. പിന്നെ നമുക്ക് വെറ്റിനറി മെഡിസിൻ, വെറ്റിനറി സർജറി, വെറ്റിനറി ഗൈനക്കോളജി എന്ന് പറഞ്ഞിട്ട് 3 കോഴ്സ് ഉണ്ടാവും. പിന്നെ ഇവിടെ ക്ലിനിക്സിൽ പോകണം. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്, ക്ലിനിക്സ് ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ചും കൂടി റിലാക്സ് ആയിട്ടൊരു ഇയർ ആയിരുന്നു 4th year. ഇന്റേൺഷിപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേരളത്തിൻ്റെ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഓടേണ്ടി വരും. അങ്ങനെയാണ് പൊതുവേ ഉള്ളത്. എന്ന് വെച്ചാൽ 4 ഹോസ്പിറ്റൽ, 4 ഫാം, ഡിപെൻഡന്റ് കോളേജ്, 4 ഫാംസ്, 4 അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ ഏകദേശം കവർ ചെയ്യുന്ന കേരളത്തിന്റെ മോസ്റ്റ് ഓഫ് സ്ഥലം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നല്ല എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വെറ്റിനറി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ജോലി കയറിയിട്ടും എനിക്കിതൊരു മടുപ്പ് വന്നിട്ടില്ല. ട്രീറ്റ്മെന്റ് ഭയങ്കര ഇഷ്ടമാണ്, ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എനിമൽ ലവർ മാത്രമായിട്ട് കാര്യമില്ല, കുറേ പഠിക്കാനുണ്ട്. പഠിച്ചാലേ ഒരു ഡോക്ടറായിട്ട്, വെറ്റിനറി ഡോക്ടറായിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ റാങ്ക് കുറവാന്ന് വെച്ചിട്ടോ പഠിക്കാൻ കുറവുണ്ട് എന്നല്ല ഈ കോഴ്സിന്റെ അർത്ഥം. ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് ഭയങ്കരമായിട്ട് നല്ല എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയ കോഴ്സാണ്. അപ്പോൾ ഹൗ ടു ബിക്കം എ വെറ്റിനറി ഡോക്ടർ ക്ലിയർ ആയല്ലോ.